ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ ഒരു സാലിഹ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിൻ്റെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. ഒരു വിശ്വാസി, ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളും ഒരുപോലെ ചെയ്യണമെന്ന് ഖുർആൻ പല ഭാഗങ്ങളിലായി നമ്മളോട് കൽപ്പിക്കുന്ന ഒരു പ്രധാന ആശയമാണത്. അത് വ്യക്തികേന്ദ്രീകൃതവും കുടുംബവും കമ്മ്യൂണിറ്റി അങ്ങനെ അടക്കമുള്ള വിവിധ മേഖലകളിലും അധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും പരിശുദ്ധ ഖുർആൻ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിനെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതിൽ അമ്ര, മഅറൂഫ്, നഹി, മുൻകർ എന്നീ നാല് പദപ്രയോഗങ്ങൾ ബന്ധിതമാണത്. കൽപ്പനയും വിരോധവും ആ നന്മയെ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രധാനമായ ആശയം. നന്മകൾ കൽപ്പിക്കാനുള്ളതാണ്. ആ പദത്തിൽ തന്നെ അതിൻ്റെ പ്രധാന ചർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്മകൾ പ്രചരിപ്പിക്കാനുള്ളതാണ്, നന്മകൾ സ്വീകരിക്കാനുള്ളതാണ്. ഒരു നന്മ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കാനും കൂടിയുള്ളതാണ്. അങ്ങനെയാണ് ഇസ്ലാം നന്മയെ കാണുന്നത്. അതായത് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ഒരു ഉത്തരവാദിത്തം പരാമർശിക്കുന്നത് കാണാം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൂറ ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരാമർശിക്കുന്നുണ്ട്. അതായത് ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുക, അതിനനുസരിച്ച് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുക, ആ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യുക. ഈ മൂന്ന് പണികൾ ചെയ്യുന്നവനേക്കാളും ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവൻ വേറെ ആരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതായത് ഞാൻ മുസ്ലിമാണെന്നതിൽ അഭിമാനം കൊള്ളുക, വെറും മുസ്ലിമായാൽ മാത്രം പോരാ, അതനുസരിച്ച് ഇസ്ലാം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവുക, ആ പ്രവർത്തനം അത് സ്വാലിഹായി മാറുക. ആ അമൽ സ്വാലിഹാവുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ്. സ്വന്തം കാര്യം നോക്കുന്നതിനെ മുസ്ലിമായി ഇസ്ലാം പരിഗണിക്കുന്നില്ല. മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതിനാണ് ഇസ്ലാം ആലോചിക്കുക. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാരണം അൽ ജിഹാദു ഫി സബീലില്ല, അൽ ഇൻഫാഖു ഫി സബീലില്ല എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ ഖുർആനിൽ കാണാം. ഇവിടെ ജിഹാദ് അല്ലെങ്കിൽ ഇൻഫാഖ് എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെയും സമൂഹവുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ്. അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തിനൊക്കെ ചെലവഴിക്കാൻ പറഞ്ഞോ അതിനു വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, ഖുർആൻ പല ഭാഗങ്ങളിൽ ഈ ജിഹാദിനെയും ഇൻഫാഖിനെയും പരാമർശിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ജിഹാദും ഇൻഫാഖും ഒക്കെ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയം, ഞാൻ സ്വീകരിക്കുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മൾ സ്വീകരിക്കുന്ന ആശയം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അതേ സത്യവും അതേ സ്വർഗവും മറ്റുള്ളവർക്കും കൂടി കിട്ടണമെന്നൊരു വിശ്വാസി ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൻദായില ഈ ആയത്തിൽ തന്നെയും വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് എന്ന് വിശേഷിപ്പിച്ചത്. നമ്മൾ സ്വീകരിക്കുന്ന പ്രത്യയശാസ്ത്രം, ആശയം, വിശ്വാസം ശരിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അത് ആ സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എനിക്ക് മാത്രമല്ല സ്വർഗം, ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടണമെന്നുള്ളതാണ്. നന്മയെ പൊതുവായ ഖുർആൻ ഖൈർ എന്ന് വിശദീകരിക്കുന്നത് കാണാം. സമ്പത്തിനെയും ഖൈർ എന്ന് വിശദീകരിക്കുന്നത് കാണാം. എല്ലാ തരത്തിലുള്ള നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ എന്ന് വിശദീകരിക്കുന്നു. ഈ ഖൈർ എന്ന് പറയുന്നത് അത് ആർക്കല്ല, വിശ്വാസികൾക്ക് മാത്രം ലഭിക്കേണ്ടതല്ല. സൂറ അൻആമിൽ വിശ്വാസമുണ്ടായിട്ടും ഖൈർ ലഭിക്കാത്തവർക്ക് പരലോകത്ത് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് വിശദീകരിക്കുന്ന ആയത്തുണ്ട്. അതായത് ഈമാനുണ്ട്, പക്ഷേ ആ ഈമാൻ കൊണ്ട് അയാൾക്ക് ജീവിതത്തിൽ യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് പരലോകത്ത് അവരുടെ ഈമാൻ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട്. ആ ഖൈർ എന്ന് പറയുന്നത് ഈമാൻ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക? ഈമാൻ നമ്മുടെ ജീവിതത്തിൽ നന്മകളാൽ നിറയുമ്പോഴാണ്, തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴാണ്. അതിനാണല്ലോ തഖ്വ എന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. നന്മകളിലേക്ക് അടുക്കുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ എന്ന് വിശദീകരിക്കുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. സൂറ ബഖറയിൽ തന്നെ ബിർറ് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. നന്മ എന്നുള്ള പദപ്രയോഗം, പുണ്യം. അവിടെ പറയുന്നത് ലൈസൽ ബിർറൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കുന്നതല്ല നന്മ, പുണ്യമെന്നത്. പിന്നീട് ശേഷം വിശദീകരിക്കുന്നത് അള്ളാഹുവിലും പരലോകത്തിലും നന്മകാര്യങ്ങളെ വിശ്വസിക്കുകയും അതിൻ്റെ കൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നതും കൂടാണ്. സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ച്, ഇതരരെക്കുറിച്ച്, തൻ്റെ സഹജീവികളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യി അനിൽ മുൻകർ വർക്ക് ചെയ്യുന്നത്. അതായത് നന്മ കൽപ്പിക്കണമെങ്കിൽ നന്മ നമ്മളിൽ ഉണ്ടാവണം, തിന്മയെ വിരോധിക്കണമെങ്കിൽ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മനസാക്ഷി നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ തന്നെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫി ഫതൻസൗന അൻഫുസക്കും വതത്ലൂനൽ കിതാബ്. അതായത് നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുകയും പക്ഷേ നിങ്ങൾ ബാക്കിയുള്ളവരെ നന്മ ചെയ്യാൻ ഉപദേശിക്കുകയും ചെയ്യുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സൂറ സഫറിൽ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ അൻ തഖൂലു ലിമ തഖൂലു മാ ലാ തഫ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്യാത്തത് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ, അള്ളാഹുവിന് ഏറ്റവും വെറുത്ത പരിപാടിയാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ സഫിലും പറയുന്നത് കാണാം. അതായത് നിങ്ങളിൽ ഉള്ള കാര്യമാണ് ബാക്കിയുള്ളവരോട് കൽപ്പിക്കേണ്ടത്, നിങ്ങളിൽ അകന്നു നിൽക്കുന്ന കാര്യമാണ് ബാക്കിയുള്ളവരെയും മാറി നിൽക്കാൻ കൽപ്പിക്കേണ്ടത്. ഈ ഒരു ആശയത്തിൽ നിന്നാണ് മുസ്ലിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫോം ചെയ്യുന്നത്. ഒരു മുസ്ലിം ആരാണ്, അതിൻ്റെ ഒരു വികസിത രൂപമായ മുഅ്മിൻ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആനും സുന്നത്തും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമു മിൻ ലിസാനിഹി വ യദിഹി. മുസ്ലിം ആരാണ്? തൻ്റെ സഹോദരൻ, തൻ്റെ കൂടെയുള്ളവൻ എൻ്റെ നാക്കിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് ഞാൻ മുസ്ലിം ആവുകയുള്ളൂ. ഇത് നന്മ എനിക്ക് പറയണമെങ്കിൽ, ഒരു നന്മയുടെ കാവലാളാവണമെങ്കിൽ, ഒരാളാവണമെങ്കിൽ ഞാൻ ആ നന്മയുടെ പ്രതിരൂപമായി മാറണം. നമ്മൾ ഷഹാദത്തുൽ ഹഖ്, സത്യസാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്നിലാദ്യം സത്യമുണ്ടാവണം, എന്നാൽ മാത്രമേ എനിക്ക് പറയാനുള്ള അർഹതയും അവകാശവും ഉള്ളൂ. ഈ തരത്തിലാണ് നന്മയെ അല്ലെങ്കിൽ തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലായി അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യി അനിൽ മുൻകർ പരാമർശിക്കുന്നുണ്ട്. അത് പല വകഭേദങ്ങളിലൂടെ ഏകദേശം 11-11 പ്രാവശ്യം ഖുർആൻ പരാമർശിക്കുന്നത് കാണാം. സൂറ ബഖറയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാതെ നാട്ടുകാരെ കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. ആൽ ഇംറാൻ 2 പ്രാവശ്യം ആ വിഷയം സംസാരിക്കുന്നുണ്ട്. നിസായിലും ഒരു പ്രാവശ്യം പറയുന്നു, മാഇദയിലും ഒരു പ്രാവശ്യം പറയുന്നു, ആറാഫിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്, തൗബയിലും ഇതേ വിഷയം സംസാരിക്കുന്നുണ്ട്. സൂറ പിന്നെ ഹജ്ജിലും ഹൂദിലും ലുഖ്മാനിലും ഈ വിഷയം സംസാരിക്കുന്നത് കാണാം. അതായത് ഞാൻ പറയുന്നത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന ആശയം ഏകദേശം എല്ലാ സൂറത്തിലും ഉണ്ടെങ്കിലും ഈ പദപ്രയോഗം ഈ പറയുന്ന സൂറത്തുകളിലാണ് കൂടുതൽ ദൃശ്യമാകുന്നത്. അതിൽ മക്കൻ സൂറത്തുകളിൽ സൂറ ഹൂദിലും സൂറ ലുഖ്മാനിലുമാണ് ഈ വിഷയം പരാമർശിച്ചിട്ടുള്ളത്. കാരണം ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം മക്കയിൽ അംറു ബിൽ മഅറൂഫും മദീനയിലെ അംറു ബിൽ മഅറൂഫും നഹ്യി അനിൽ മുൻകർ തമ്മിൽ വ്യത്യാസമുണ്ട്. മക്കയിൽ അധികാരമില്ലാത്ത, വളരെ മൈനോറിറ്റിയായ, സ്വതന്ത്രമായി വിശ്വാസം പ്രകടിപ്പിക്കാനും ആവിഷ്കരിക്കാനും സാധ്യമല്ലാത്ത ഒരു ലോകത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യി അനിൽ മുൻകറിനെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 ലോകത്തിനും അംറു ബിൽ മഅറൂഫ് വന്നഹ്യി അനിൽ മുൻകറിൻ്റെ ആശയത്തിൽ തന്നെ, അർത്ഥത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. സൂറ ഹൂദിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയുന്നുണ്ട്. ഒരു സമൂഹത്തെ നശിപ്പിക്കുവാൻ അതിന് കാരണമായത് അവർ ഈ വർക്ക് ചെയ്യാത്തതായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറ ഹൂദിലെ 116-ാമത്തെ ആയത്തിൽ ഫലൗലാ കാന മിനൽ ഖുറൂനി മിൻ ഖബ്ലിക്കും ഉലുൽ ബഖിയത യൻഹൗന അനിൽ ഫസാദ് ഫിൽ അർദ്. അതായത് ഭൂമിയിൽ ഫസാദ് ചെയ്യരുതെന്ന് കൽപ്പിക്കാത്ത ഒരു ഭാഗം അവരുണ്ടായിരുന്നുവെങ്കിൽ അവരെ നാം നശിപ്പിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ആയത്താണ് തുടർന്ന് പറയുന്നത്. അതായത് തിന്മ ചെയ്യരുതെന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് അവർ ഉണ്ടാകണമായിരുന്നു, പക്ഷെ അവരുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത് വമാ കാന റബ്ബുക ലിയുഹ്ലിക്കൽ ഖുറ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ആ നാട്ടുകാരിൽ നല്ല ശതമാനം ഇസ്ലാഹ് ചെയ്യുന്ന, നാട്ടുകാരെ
പരിവർത്തിപ്പിക്കുന്ന, അവർക്ക് മാറ്റം വരുത്തുന്ന, സ്വഭാവത്തിലും അവരുടെ ജീവിതത്തിലും ജീവിത വീക്ഷണത്തിലുമെല്ലാം മാറ്റം വരുത്താൻ പറ്റുന്നൊരു വിഭാഗം ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹ് നശിപ്പിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ നശിപ്പിക്കുകയില്ല എന്ന് സൂറ ഹൂദിൽ പറയുന്നു. ഈ സൂറത്ത് മക്കി സൂറത്താണ്. അവിടെ മക്കൻ സൂറത്തിൽ ഇത് പരാമർശിക്കണമെങ്കിൽ അവിടെ അവരുടെ സ്വഭാവത്തോട് നേരിട്ട് ബന്ധിക്കുകയാണ്. നിങ്ങൾ ആദ്യം മാറ്റം വരേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളിലാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ മാറണം. അതുകൊണ്ടാണല്ലോ മക്കളെ ഏറ്റവും കൂടുതൽ ആഖിറത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആഖിറത്തിനെക്കുറിച്ച് വിശ്വാസമില്ലാത്തതിന് ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടാവുകയില്ല. അതായത് നമ്മൾ ചെയ്യുന്ന പുണ്യം നിസ്വാർത്ഥമാവണമെങ്കിൽ, അതായത് അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം കിട്ടണമെങ്കിൽ ആദ്യം ആഖിറത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാവും. അല്ലെങ്കിൽ എല്ലാം സെൽഫിഷായി മാറും. എനിക്കിപ്പം ലഭിക്കണമെന്ന് പറയുന്ന തരത്തിലായിരിക്കും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അധികവും. ആലോചിച്ച് നോക്കാം, മക്കൻ സൂറത്തുകളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദാരിദ്ര്യമുള്ളവരെ, ദരിദ്രരെയും യത്തീമിനെ കുറിച്ചും മിസ്കിനെ കുറിച്ചും കുറ്റവാളികളെക്കുറിച്ചും ഇങ്ങനെയുള്ള വിവിധ നമ്മൾ പ്രാന്തവൽക്കരിക്കപ്പെട്ട എന്ന് പറയുന്ന ആ വിഭാഗത്തെക്കുറിച്ചിട്ടാണ്. അവരെ സ്നേഹിക്കാനും അവരെ സേവിക്കുവാനുമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ മക്കൻ സൂറത്തുകൾ പറയുന്നത്. സ്വന്തം നമ്മുടെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് പ്രാധാന്യം നൽകുവാനും പ്രാമുഖ്യം നൽകുവാനും മക്കൻ സൂറത്തിൽ പറയുന്നത് കാണാം. ഇവിടെ അമർ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഒരുപാട് വിഷയം അതിൽ കടന്നു വരുന്നുണ്ട്. വയത്വഇമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. മക്കൻ സൂറത്താണ്. സൂറ ദഹറിൽ, സൂറത്തുൽ ഇൻസാനിൽ അത് പരാമർശിക്കുന്നുണ്ട്. അതായത് അവർക്ക് ആ ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ടായിരുന്നിട്ട് പോലും യത്തീമിനും മിസ്കീനിനും തടവ് പുള്ളികൾക്കുമെല്ലാം പ്രാമുഖ്യം കൽപ്പിക്കുന്നവരാണ് വിശ്വാസികൾ. എന്നിട്ട് അവർ പറയും ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഞങ്ങൾക്കൊരു പ്രതിഫലവും വേണ്ട, ഒരു നന്ദിയും വേണ്ട, നിങ്ങളെടുത്തോളൂ, പകരം നമുക്ക് പടച്ചവനിൽ നിന്ന് കിട്ടുമെന്നാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. ആ തരത്തിലാണ്. അത് മാത്രമല്ല, ഫലഖ്തഹമൽ ലഖബ വമാ അദ്റാകമൽ ലഖബ ഫഖു റഖബ ഔ ഇത്ആമു യൗമിൻ ദി മസ്അബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ എന്ന് പറഞ്ഞിങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിൻ്റെ ഒരു വഴിയെന്ന് പറയുന്നത് ഒരു മലമ്പാത കയറുന്നത് പോലെയാണ്, എളുപ്പമുള്ളതല്ല. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അടിമ മോചനമാണ്. നന്മ കൽപ്പിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരാളുടെ ജീവിതം സ്വതന്ത്രമാക്കി കൊടുക്കുന്നത്. അടിമമോചനത്തെ ആധുനിക കാലത്ത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് അത് ഒരാളുടെ ഭീമമായ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഔ ഇത്ആമു യൗമിൻ ദി മസ്അബ, ഒന്നുമില്ലാത്തവന് പ്രയാസപ്പെടുന്നവന് ഭക്ഷണം കൊടുക്കലാണ്. യതീമൻ ദാ മഖറബ, കുടുംബബന്ധമുള്ള യതീമിനെ സംരക്ഷിക്കലാണ്. ഔ മിസ്കീനൻ ദാ മത്രബ, ഭൂമിയോട് ഒട്ടിപ്പോയ പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോയ ഒന്നുമില്ലാതായിപ്പോയ മിസ്കീനിനെ സംരക്ഷിക്കലാണ്. നോക്കുക, നന്മ എങ്ങനെയാണ് മക്കൻ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. സൂറ മാഊൽ നമുക്കറിയാം, അത് മക്കൻ സൂറത്താണ്. ദീനിനെ കളവാക്കുന്നവരാര് എന്ന് പരാമർശിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നിസ്കാരവും നോമ്പും ഈ ആഖിറത്തും തള്ളിക്കളയുക എന്നതല്ല. എന്താണ് പറയുന്നത്? അല്ല, അതിന് മുമ്പ് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ല, ഈ പറയുന്നത് അതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ കളവാക്കുന്നവരെ കണ്ടില്ലേ? ദീനെന്ന് പറയുന്ന ആഖിറത്തുമാണ്, അല്ല മുഴുവൻ ദീനുമാണെന്ന് പറയുന്ന വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പോലും ദീനിനെ കളവാക്കുന്നവരെ കണ്ടില്ലേ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, നേരത്തെ പറഞ്ഞ പോലെ യതീമിനെ തള്ളിപ്പറയുന്ന, ആട്ടി ഓടിക്കുന്ന, പഴിക്കുന്നവനാണവൻ. വലാ യഹ്ദു അലാ ത്വാമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിന് പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവനാണ്. എന്നാൽ നമസ്കരിക്കുമ്പോഴോ വലിയ ഇബാദത്ത് കാണിക്കുമ്പോഴോ എന്നാലും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. അല്ലദീനഹും യുറാഊൻ, അവൻ്റെ മറ്റൊരു ഗുണം വയംനഊനൽ മാഊൻ, ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തടുക്കുകയും ചെയ്യുന്നവരാണവർ. നോക്കുക, മക്കൻ സൂറത്തുകളിൽ ഇബാദത്തിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ പോലും ഈ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. മക്കയിൽ പോലും മുനാഫിക്കുകൾ ഉണ്ടായിരുന്നതായി തഫ്സീറുകൾ നമുക്ക് കാണാം. ഇത് മക്കയിലെ മുനാഫിക്കുകളെ കുറിച്ചാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മക്കൻ സൂറത്തുള്ള പ്രത്യേകത അതാണ്. രണ്ടാമത്തെ മക്കൻ സൂറത്ത് സൂറ ലുഖ്മാനാണ്. സൂറ ലുഖ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ നബി ആണോ അല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ലുഖ്മാൻ അലൈഹിസ്സലാം എന്നാണ് സാധാരണ നമ്മൾ പരാമർശിക്കാറ്. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന, തൻ്റെ മകന് കൊടുക്കുന്ന ആ ഒരു ഉപദേശങ്ങളുണ്ടല്ലോ, ഏകദേശം അത് സൂറ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ അതിൽ 112 മുതൽ 12-ാമത്തെ ആയത്ത് മുതൽ 19-ാമത്തെ ആയത്ത് വരെ ഒരു പേജിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഉപദേശങ്ങളെല്ലാം അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ മുൻകറിൻ്റെ ഉള്ളിൽ പെടുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ മകനോട് ആദ്യത്തെ ഉപദേശം അത് അഖീദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ആദ്യത്തെ അമ്ർ ബിൽ മാറൂഫിൽ വരുന്നത് അത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷനുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, അത് അഖീദയുമായി ബന്ധപ്പെട്ടതാണ്. നീ ഷിർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ന ഷിർക്കല ഉലുമുൻ നവീം, ഷിർക്ക് ഏറ്റവും ഭീകരമായ അക്രമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ്റെ വായിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് പിന്നീട് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിലേക്ക് വരുന്നു, ഇനി തങ്ങളുടെ മാതാപിതാക്കൾ വൈൻ ജാഹദ കല തുശ്രിക ബി മാലേസിലക്ക ബിഹി ഇൽമ്, വേണ്ടാത്ത കാര്യങ്ങൾ നിർബന്ധം ചെലുത്തിക്കൊണ്ട് ഷിർക്ക് ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഫലാ തുതിഅഹുമ, അവരനുസരിക്കേണ്ടതില്ല. പക്ഷേ പിന്നെന്ത് ചെയ്യാം? ഫസാഹിബുഹുമാ ഫിദ്ദുനിയ മാറൂഫ, എന്നാൽ മാതാപിതാക്കളെ ധിക്കരിക്കേണ്ടതില്ല. അവരുടെ കുടുംബബന്ധം പുലർത്തുന്ന കാര്യത്തിൽ ധിക്കാരം വേണ്ടതില്ല. അതായത് അഖീദയിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ലെങ്കിൽ പോലും കുടുംബബന്ധത്തിൽ ധിക്കാരം കാണിക്കാൻ പാടില്ല. കാഫിറുകളായ അല്ലെങ്കിൽ മുശ്രിക്കുകളായ അല്ലെങ്കിൽ സന്ദേഹവാദികളായ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. പിന്നീട് അതിന് വീണ്ടും തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഫത്തബിയ സബീല മൻ അനാബ ഇലയ്യ, എൻ്റെ വഴിയിലേക്കാരാണോ മടങ്ങി വരുന്നത് അവരുടെ മാർഗമാണ് പിൻപറ്റേണ്ടതെന്ന് പറയുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെ ഏത് ഭാഗത്ത് ചെറുതും വലുതുമാണെങ്കിലും അള്ളാഹു അത് തിരിച്ചറിയുന്നു പറയുന്നു. അതിനുശേഷമാണ് അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ മുൻകറിൻ്റെ ആയത്ത് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്. അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ മുൻകറിൻ്റെ വർത്തമാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അഖീദയുടെ വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ കൂടെ അഖീദയെ നിലനിർത്താൻ ആവശ്യമായ ഇബാദത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുന്നു. നമസ്കരിക്കാൻ പറയുന്നു. പിന്നെ വഅ്മുർ ബിൽ മാറൂഫ് വൻഹാ അനിൽ മുൻകർ, നമസ്കാരം നിലനിർത്തുന്നതിൻ്റെ കൂടെയാണ് അമ്ർ ബിൽ മാറൂഫ് വൻനഹി അനിൽ മുൻകറും ഉണ്ടാവേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. നമസ്കരിക്കാതെ നാട്ടുകാരോട് വീട്ടിൽ കുത്തിയിരുന്ന് എന്താണ് നീ പള്ളി പോവാത്തത് എന്ന് ചോദിക്കാൻ ഒരു മാതാപിതാക്കൾക്ക് ആർക്കും അധികാരമില്ല. നമസ്കരിക്കുന്നവനോട് മാത്രമേ നമസ്കരിക്കുന്നവന് മാത്രമേ നമസ്കാരത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. നോമ്പെടുക്കുന്നവനും ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കുന്നവന് മാത്രമേ ഇബാദത്തിനെക്കുറിച്ച് മറ്റുള്ളവരോട് നസീഹത്ത് നടത്താൻ പറ്റൂ എന്നാണ് ഈ സൂറ ലുഖ്മാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷമാണ് വസ്ബിറു അലാമ അസ്വാബക്ക, ഈ അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ മുൻകറിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത് ഈ മാർഗത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെയെല്ലാം ക്ഷമയോടുകൂടി നേരിടുവാനും ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷവും എങ്ങനെയാണ് ഇടപെടേണ്ടത്? അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ മുൻകർ ഒരു ചെറിയ വിഷയമല്ല. ഞാൻ പറയണത് ഈ വിഷയത്തെ എങ്ങനെ സൂറ ലുഖ്മാനിൽ വിശാലമാക്കി തരുന്നു എന്നുള്ളതാണ്. അതിന് ശേഷമുള്ള ആയത്ത് നോക്കുക, വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങൾ മുഖം തിരിക്കരുത്, അവരോട് അവജ്ഞ കാണിക്കരുത്, ഒരു ധിക്കാര സ്വഭാവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല, മാന്യമായി പെരുമാറുവാൻ കഴിയണം. വലാ തംശി ഫിൽ അർദി മർഹ, അഹങ്കാരത്തോടുകൂടി ഭൂമി നടക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ അനിൽ മുൻകർ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെടുന്നത് ഒരു മുസ്ലിം ശരീരത്തിലാവണം. ഒരു മുസ്ലിം മൈൻഡും ഫിസിക്കുമുള്ള ഒരു മുസ്ലിം ശരീരത്തിലാവണം അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ അനിൽ മുൻകർ രൂപപ്പെടേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഇങ്ങനെ അഹങ്കാരികളായ ഗർവിഷ്ഠരായ ആൾക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്നു. അതിനുശേഷം വഖ്സുദ് ഫീ മഷീഖ്, നടത്തത്തിൽ മാന്യത പാലിക്കാൻ പറയുന്നു, ഒരു മധ്യമ നിലപാടുണ്ടാവാൻ പറയുന്നു. വഖൗദു അൻ സൗത്തിക്, സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറയുന്നു, ഒച്ചബഹളം വെച്ചിട്ടല്ല ആൾക്കാരോട് ഡീൽ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇന്ന അൻകറൽ അസ്വാത്തുൽ സൗത്തുൽ ഹമീർ, അള്ളാഹു സാധാരണ ഏറ്റവും വെറുക്കുന്ന സൗണ്ടെന്ന് പറയുന്നത് കഴുതയുടെ സൗണ്ടാണ്, അതുപോലെ നിങ്ങളാവരുത്, മൃഗത്തെപ്പോലെ ആവരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വേറെയും പറയുന്നുണ്ട്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ധിക്കാരങ്ങൾ ലംഘിക്കുന്നവർ മൃഗത്തെക്കാളും അവലാണെന്ന് പറയുന്ന ആയത്ത് നമുക്ക് കാണാം. കാരണം മൃഗങ്ങൾക്ക് വകതിരിവില്ലല്ലോ, നിങ്ങൾക്ക് വകതിരിവ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെക്കാളും അവലാവാൻ മനുഷ്യന് കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ മക്കൻ സൂറത്തിൽ, പ്രത്യേകിച്ച് ലുഖ്മാനിൽ എങ്ങനൊരു വിശ്വാസി ജീവിക്കണം, കുടുംബം, അഖീദ, കുടുംബം, സാമൂഹ്യ പ്രവർത്തനം, സാമൂഹികമായ ഇടപാടുകൾ, അവിടെയെല്ലാം അമ്ർ ബിൽ മാറൂഫ് നഹ്യൽ അനിൽ മുൻകറിൻ്റെ എല്ലാ ആശയങ്ങളും കവർ ചെയ്യപ്പെടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാം, അത് ആലു ഇമ്രാൻ സൂറത്തിലാണ് അടുത്ത വിഷയം കടന്നു വരുന്നത്. സൂറ ആലു ഇമ്രാനിൽ
അമ്ർ ബിൽ മാറൂഫ് വനഹ്യൻ മുൻകർ എല്ലാവർക്കും ഒരുപോലെ ചെയ്യേണ്ടതാണെന്ന് ആലിമ്രാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നാൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഒരു ഫർള് കിഫായ ആണ് എന്ന തരത്തിലൊരു പരാമർശം നമുക്ക് ആ സൂറ ആലിമ്രാൻ കാണാം. ആലിമ്രാനിലെ 104-ാമത്തെ ആയത്തിൽ വൽ തക്കും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ, നിങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ഉണ്ടാവട്ടെ. യദഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് വിളിക്കുന്ന, നമ്മൾ നേരത്തെ പരാമർശിച്ചിരുന്നു ഖൈർ എന്നതിന് ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ ഖൈർ എന്ന് പറയുന്നത് കാണാം, പൊതുവായ എല്ലാ നന്മയ്ക്കും ഖൈർ എന്ന് പറയുന്നത് കാണാം. അപ്പോൾ ഖൈറിലേക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഉമ്മത്ത് നിങ്ങളിൽ ഉണ്ടാവട്ടെ. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വയഅ്മുറൂന ബിൽ മാറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിലുണ്ടാവട്ടെ. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അതായത് ഒരു വിഭാഗത്തിന് മാത്രം വിജയിച്ചാൽ പോരാ, നമ്മൾക്കും വിജയിക്കണം. അതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 110-ാമത്തെ ആയത്തിൽ സൂറ ആലിമ്രാനിൽ തന്നെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തുൽ ലിന്നാസ്, അതായത് ഒരു വിഭാഗം ഉണ്ടാവട്ടെ എന്ന് ലീഗാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ, നിയമപരത അവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ, എന്നാൽ വിശ്വാസികൾ എല്ലാവരും ഒരുപോലെ ഈ ഒരു ബോധമുള്ളവരാവണമെന്ന് പറയുന്ന സൂറ ആലിമ്രാൻ ആയത്തും കാണാം. കുന്തും ഖൈർ ഉമ്മ, നിങ്ങളെന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഉമ്മത്താണ് അല്ലെങ്കിൽ ആവണം. ഉഖ്രിജത്തുൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്, പുറക്കപ്പെടുക്കപ്പെട്ടവരാണ്. അത് ആ ഉമ്മത്തിൻ്റെ പ്രത്യേകത തഅ്മുറൂന ബിൽ മാറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. തുഅ്മിനൂന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. ആ ആയത്തിൻ്റെ ഓർഡർ നോക്കുക. നല്ല ഉമ്മത്താവുന്നത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോഴാണ്. അതിനുശേഷമാണ് ഈമാൻ്റെ കാര്യം പറയുന്നത്. അതായത് ഈമാൻ പിന്നീട് വന്നാൽ മതി എന്നുള്ള അർത്ഥത്തിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ആ ഉമ്മത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പ്രധാന ആശയം ആദ്യം എടുത്ത് പറയുന്നു എന്നതുകൊണ്ടാണ്. ആ ആയത്തിൻ്റെ ഘടന നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആലിമ്രാനിൽ അങ്ങനെയാണ്. അതായത് ഒരേപോലെ തന്നെ ലീഗാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതേപോലെ ഓരോ മുസ്ലിം മനുഷ്യനും ഒരേപോലെ തന്നെ അമ്ർ ബിൽ മാറൂഫ് നഹ്യൻ മുൻകർ ഏറ്റുപിടിക്കേണ്ട ആളായിട്ട് ആയത്തിൽ പഠിപ്പിക്കുന്നു. സൂറ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ എന്ത് രീതിയിലുള്ള നിലപാടാണ് നമുക്കുണ്ടാവേണ്ടതെന്ന് പറയുന്നൊരായത്തുണ്ട്. സൂറ നിസായിലെ 114-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ കൂടിയിരുത്തങ്ങൾ, രഹസ്യ സംഭാഷണങ്ങൾ എങ്ങനെയുള്ളതാവണം? നാട്ടുകാർക്ക് നന്മ വരുത്താൻ കഴിയുന്ന, ഇസ്ലാഹ് വരുത്താൻ കഴിയുന്ന, അമ്ർ ബിൽ മാറൂഫ് ചെയ്യാൻ കഴിയുന്ന, അതുപോലെ തന്നെ സ്വതക്ക ഉണ്ടാക്കാൻ പറ്റുന്ന, സ്വരൂപിക്കാൻ പറ്റുന്ന വിഷയങ്ങളിൽ മാത്രമേ നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്താൻ പാടുള്ളൂ എന്നുള്ള പറയുന്നുണ്ട്. അതായത് ഗൂഢാലോചനകൾ എന്നുള്ള പദം തന്നെ അപകടം പിടിച്ച പദമാണ്. നജ്വ എന്നുള്ള പദത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. ലാ ഖൈറ ഫീ കസീറിൻ മിൻ നജ്വ, അവരുടെ ഈ നജ്വ രഹസ്യ സംഭാഷണങ്ങളിൽ ഖൈറുകളില്ല, നന്മയില്ല. അവിടെയും ഖൈർ എന്നുള്ള പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്. ഇല്ലാ മൻ അമറ ബി സ്വദഖത്തിൻ, സ്വതക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആ വിഷയം, ഔ മാറൂഫുൻ, നന്മ തിന്മയുമായി ബന്ധപ്പെട്ട കാര്യം, ഔ ഇസ്ലാഹും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വതക്ക, മാറൂഫ്, ഇസ്ലാഹ്, ഈ 3 കാര്യങ്ങൾക്കല്ലാതെ നിങ്ങൾ ഒറ്റയിരുത്തം പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ രഹസ്യ സംഭാഷണങ്ങളിൽ പോലും, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൂടിയിരുത്തങ്ങളിൽ പോലും പ്രധാനമായും കടന്നു വരേണ്ടത് ഒന്ന് അമ്ർ ബിൽ മാറൂഫ് ആണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറ നിസായിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സൂറ മാഇദയിലും ഈ ഞാൻ പറയുന്ന ഓരോ സൂറത്തിലൊരു പ്രത്യേകതയാണ്. ഓരോ സൂറത്തിലും കടന്നു പോകുമ്പോഴും എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിഷയമായി കൊണ്ടുവരുന്നത്. സൂറ മാഇദയിൽ മുൻകാല സമൂഹങ്ങളെ വിമർശിച്ചുകൊണ്ട് അവർക്ക് വഴിപിഴച്ചു പോവാൻ കാരണമായ വിഷയങ്ങളും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും അമ്ർ ബിൽ മാറൂഫിനോടും വന്നഹ്യൻ മുൻകർ എന്ന് പറയുന്ന വിഷയത്തോടുള്ള അവരുടെ ഈ ധിക്കാരപരമായ നിലപാടായിരുന്നു എന്ന് സൂറ മാഇദയിൽ പറയുന്നുണ്ട്. അതായത് ബനു ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവിടെ, ലുഅൈനല്ലദീന കഫറു മിൻ ബനി ഇസ്രായേൽ അലാ ലിസാനി ദാവൂദും വ ഈസ ഇബ്നു മറിയം, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും വാക്കിലൂടെ, നാക്കിലൂടെ ഈ ബനു ഇസ്രായേലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് ദാലിക ബിമാ അസൗ വകാനു യഅ്തദൂൻ, അവർ ഈ അക്രമം പ്രവർത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ
അവർ ഈ ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചതും കൊണ്ടാണ് അവർ ഇങ്ങനെ ശപിക്കപ്പെടാൻ കാരണം. നമ്മൾ ബനൂ ഇസ്രായേലി ചരിത്രം പറയുമ്പോൾ അവർ സ്വയം പറയുന്നത് ഷാബുല്ലാഹിൽ മുഖ്താർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണെന്നല്ലോ. നഹ്നു ഹൈബാഹു അബ്നാഉ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും അള്ളാഹുവിൻ്റെ ഹബീബിങ്ങളുമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഈസ നബിയും ദാവൂദ് നബി അടക്കമുള്ള നബിമാർ അവരെ ശപിച്ചിട്ടുണ്ടെന്നാണ്. അതിന് കാരണം അവരുടെ ധിക്കാരവും അവരുടെ ഈ അതിര് കടന്ന പ്രവർത്തനങ്ങളുമാണെന്നാണ് ഈ മാഇദയിലെ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം പറയുന്നത് കാനൂ ലാ യതനാഹൗന അൻ മുൻകറുൻ ഫഅലൂഹ്. ഈ ഇസ്രായേലികളെ വിമർശിക്കുന്ന ഭാഗത്ത് ബനൂ ഇസ്രായേലിലെ പ്രധാനമായും പണ്ഡിതന്മാരിലേക്കാണ് ഈ ചർച്ച പോകുന്നത്. കാരണം സാധാരണക്കാരിലേക്കല്ല. അവരുടെ കയ്യിലാണല്ലോ ഖാനാൽ ഉലമ വറസത്തുൽ അംബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാരാണ് പ്രവാചകന്മാരുടെ പിൻഗാമികൾ, അനന്തരഗാമികൾ അവരാണ് പ്രവാചകന്മാരുടെ അംബിയ മുർസലീങ്ങളുടെ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. എന്നാൽ ഖുർആൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അഹ്ലുൽ കിതാബുകാരിലെ, പ്രത്യേകിച്ച് യഹൂദ ക്രിസ്ത്യൻ സമൂഹത്തിലെ പണ്ഡിതന്മാരെയാണ്. നമുക്ക് ഖുർആനിലെ ഏകദേശം എല്ലാ ഭാഗത്തും എടുത്തു നോക്കിയാൽ നമുക്കത് കാണാം. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും വിമർശിക്കുന്നത്. ഈ മനുഷ്യന്മാർ അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മയെ നാട്ടുകാർക്ക് തടയാൻ അവർ ശ്രമിച്ചില്ല. അവർ തിന്മ ചെയ്യുന്നുണ്ട്, എന്നാൽ അത് തടയുകയും ചെയ്യുന്നില്ല, നാട്ടുകാരോട് വിരോധിക്കുകയും ചെയ്തിരുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ധിക്കാരത്തിനും അതിര് കവിയലിനും ഉദാഹരണമായി എടുത്ത് പറയണത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, മുൻകാല സമൂഹത്തിൻ്റെ അവർക്ക് സംഭവിച്ച ഈ വഴിപിഴക്കലിന്, തെറ്റിപ്പോവലിന് കാരണമായി അള്ളാഹു എടുത്തു പറഞ്ഞത് അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ എന്ന് വന്ന പണി വേണ്ട വിധം അവർ ചെയ്തില്ല എന്നതാണ്. അത് നമുക്ക് സൂറ മാഇദയിലെ 78-79 ആയത്തുകളിൽ കാണാം. ഇത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബിയോടും ഒരു നബിയെയും ആ നബീൻ്റെ സമൂഹത്തെയുമാണല്ലോ ഇപ്പോൾ സൂറ മാഇദയിൽ പരാമർശിച്ചത്. ആ സമൂഹം എങ്ങനെയാണ് അവരുടെ പ്രവാചകന്മാരുടെ പണിയെടുത്തില്ല എന്നാണ് സൂറ മാഇദയിൽ വിശദീകരിക്കുന്നത്. എന്നാൽ സൂറ അറാഫിൽ 157-ാമത്തെ ആയത്തിൽ ഒരു നബി എങ്ങനെ ആവണം എന്ന് വിശദീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്ന ഒരു ആയത്തുണ്ട്. അവിടെ ഒരു നബിയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാല്യൂ എന്താണെന്ന് പറയുന്നൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലും പരാമർശിച്ചിട്ടുണ്ട്. ആ നബിയുടെ, അതായത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയിൽ ഉമ്മി അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്ത് വൽ ഇഞ്ചീൽ. തൗറാത്തിലും ഇഞ്ചീലും പരാമർശിക്കപ്പെട്ട അവരുടെ മുമ്പിലുള്ള ഈ നബി ഉണ്ടല്ലോ, അത് ഉമ്മിയാണ്, അത് അറബിയാണ്, അത് റസൂലാണ്. ഉമ്മി എന്നുള്ള പദത്തിന് വളരെ ചരിത്രപരമായ പ്രാധാന്യമുള്ള പദപ്രയോഗമാണ്. ഒരു റേസിസ്റ്റ് പദപ്രയോഗമായിരുന്നു അന്ന്. മദീനയിലെയും ചുറ്റുപാടുമുള്ള യഹൂദന്മാർ, പ്രത്യേകിച്ച് യഹൂദന്മാർ മക്കക്കാരെ വിളിച്ചിരുന്ന പദമാണ് ഉമ്മിയ. അതിൻ്റെ അർത്ഥം എഴുത്തും വായനയും അറിയാത്തവൻ എന്ന് മാത്രമാണ്. പക്ഷേ അത് മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ച ആളാണ്, അറബിയാണ്. ബനു ഇസ്രായേലി വംശത്തിൽപ്പെട്ടവരാണ്, അറബികളല്ല. അവർ മൈഗ്രേറ്റ് ചെയ്ത് മദീനയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തി, പിന്നീട് താമസിച്ച് അങ്ങനെ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട കൗമാണ് ഇസ്രായേലികൾ, മദീനയിലെ ഇസ്രായേലികൾ. അതുകൊണ്ട് തന്നെ അറബികളായ ആൾക്കാരെ പൊതുവേ, മക്കക്കാരായ ആൾക്കാരെ പൊതുവേ വിളിക്കാൻ ഉപയോഗിച്ച പദമാണ് ഉമ്മി. അതായത് ഞങ്ങളിൽ പെടാത്തവർ എന്നാണ് എൻ്റെ അർത്ഥം. ഞങ്ങൾ ജ്ഞാനത്തിൻ്റെ ആൾക്കാർ, ഞങ്ങൾ പടച്ചവൻ്റെ ആൾക്കാർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുത്ത ആൾക്കാർ, ഞങ്ങൾ കിതാബിൻ്റെ ആൾക്കാർ. അത് തൗറാത്താവട്ടെ, ഇഞ്ചീലാവട്ടെ, ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആവട്ടെ, ന്യൂ ടെസ്റ്റ്മെൻ്റ് ആവട്ടെ, ഇതൊന്നും ഇല്ലാത്തവരാണ് അറബികൾ, അതായത് പൊട്ടന്മാർ, അതായത് ഉമ്മിയം. ആ ഉമ്മിയിൽപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് അവർ നബിയെ ഒരു തരം റേസിസ്റ്റ് അർത്ഥം അതുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരേത് പദത്തെ കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാൻ ഉപയോഗിച്ചത്, ആ പദത്തെ തന്നെ പോസിറ്റീവായി ഉപയോഗിക്കുകയാണ് ഈ ആയത്തിൽ ചെയ്തത്. നിങ്ങൾ ഉമ്മി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അത് എൻ്റെ റസൂലാണ്, അറബിയായ എൻ്റെ റസൂലാണ്. ആ റസൂലിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒന്ന്, നിങ്ങൾ ചെയ്യാത്ത യഅ്മുറു ബിൽ മഅറൂഫ് വ യൻഹാ അനിൽ മുൻകർ, നിങ്ങൾ ചെയ്യാത്ത നന്മയെ കൽപ്പിക്കുകയും നിങ്ങൾ ചെയ്യാത്ത തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ നബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് മാത്രമല്ല, വയുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. ബനു ഇസ്രായേലി വിമർശിക്കുന്ന ഭാഗത്ത് സൂറ ബഖറയിലും മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ഹറാമുകളെ ഹലാലാക്കുന്ന, ഹലാലുകളെ ഹറാമാക്കുന്നവർ എന്ന രീതിയിൽ ഇവരുടെ പണ്ഡിതന്മാരെ വിമർശിക്കുന്നത് കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിക്കുന്ന ഭാഗത്തോ ത്വയ്യിബാത്തുകളെ ഹലാലാക്കുന്ന,
വൃത്തികേടുകളെ ഹറാമാക്കുന്ന നബി. അതായത് നേരിട്ട് അഹ്ലി കിതാബുകാരെ വിമർശിക്കുകയാണ്, പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്യാത്തത് ചെയ്യുന്ന, നിങ്ങൾ ഹലാലാക്കിയത് ഹറാമാക്കുന്ന, നിങ്ങൾ ഹറാമാക്കിയത് ഹലാലാക്കുന്ന. അതായത് വേദഗ്രന്ഥത്തിൽ കൈകടത്തിയ ആൾക്കാരെ വിമർശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റി, ഒരു നബി എന്താവണമെന്നും കൂടാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, വയസിറു അലൈഹിം ഇസ്റഹും വയലൗ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം. ഒരു നബിയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത എന്താണ്? അവരുടെ ഭാരം അമിക്കിക്കൊണ്ടിരിക്കുന്ന ഭാരത്തെ എടുത്ത് ഇറക്കി വെക്കുന്നവനും കൂടാണ്, ചങ്ങലകൾ പൊട്ടിക്കുന്നവനും കൂടെ ആവണം നബി. കാരണം ഈ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ പണ്ഡിത പുരോഹിതന്മാരെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. പണ്ഡിതന്മാരെ റബ്ബാക്കി സ്വീകരിക്കുന്നു, നിയമത്തിൻ്റെ നിയമവിധാതാവായി സ്വീകരിച്ചു, നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ഷാരിയ എന്ന ലോ മേക്കറായി ഇവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ അതുപോലെ ഉണ്ടാക്കിയെടുത്ത ഭാരങ്ങളുണ്ടല്ലോ, ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്നവനാണ് എൻ്റെ നബി എന്നാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം, സൂറ നിസായിൽ പലവട്ടം ഇവരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സൂറ മാഇദയിലുമെല്ലാം പല സാഹചര്യങ്ങളിലും അഹ്ലി കിതാബിൽ, പ്രത്യേകിച്ച് യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നീതി തേടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ചരിത്രത്തിൽ അഹ്ലി കിതാബുകാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ നിയമം അനുസരിച്ച് വിധിക്കാൻ അനുവാദം കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എപ്പോഴും വേണമെന്നും വരാമെന്നും പറഞ്ഞിരുന്നു. ഇവർ അഹ്ലി കിതാബ്, പ്രത്യേകിച്ച് യഹൂദന്മാർ, താഴേക്കിടയിലുള്ള ഗോത്രവർഗ്ഗങ്ങൾക്ക് വേണ്ടത്ര നീതി കൊടുത്തിരുന്നില്ല. മുതിർന്ന ഗോത്രങ്ങൾ അവരവരുടെ സ്റ്റൈലിൽ നീതി വിധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് പല താഴേക്കിടയിലുള്ള ഗോത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ അടുത്ത് വരുമായിരുന്നു നീതി തേടി. അതും കൊണ്ടും കൂടാണ് നമുക്ക് ഈ ആയത്തിന് വിശദമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പലതരത്തിലുള്ള ഭാരങ്ങൾ ചുമന്നിരുന്ന ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ കഴിയുന്നവനാണ് എൻ്റെ നബി എന്ന് ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് അൽ അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകറിൻ്റെ ഒരു അധികാര രൂപമാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സൂറ അഅറാഫിലെ 199 ആയത്തിലും ഈ ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്ന ഭാഗത്ത് ഷിർക്കിനോട് അകന്നു നിൽക്കണം, ഷിർക്കുമായി യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും പാടില്ല, ഒരു എക്സ്ക്യൂസും പാടില്ല. അതുമാത്രമല്ല, വിശ്വാസികളോട് ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അത് വളരെ നന്മ നിറഞ്ഞ, വിട്ടുവീഴ്ചയുള്ള, മാപ്പ് കൊടുക്കാൻ പറ്റുന്ന നിലപാടാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫ് വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. ഈ ജാഹിലുകളെ അവഗണിക്കുക, എന്നാൽ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുക, അവരോട് നന്മ കൽപ്പിക്കുകയും ചെയ്യുക. ഷിർക്ക് പോലുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ഇന്ന ഷിർക്കല ളുലുമിൻ അളീം, സൂറ ലുഖ്മാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഷിർക്ക് എന്ന് പറയുന്നത് ഭീകരമായ ളുൽമാണ്. പക്ഷേ മുശ്രിക്കല്ല. മുശ്രിക്കിനോട് എങ്ങനെ നിലപാട് പെരുമാറണമെന്ന് പറഞ്ഞാൽ, വലാ തസ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ആഖർ, അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഷിർക്ക് അതിഭീകരമായ ളുൽമാണെന്ന് അള്ളാഹു പറയുന്നു, ഖുർആനിലൂടെ പറയുന്നു. എന്നാൽ ഷിർക്ക് ചെയ്യുന്നവരോട് ആ ഭീകരത സമീപനമല്ല വേണ്ടത്. ഷിർക്ക് ചെയ്യുന്നവർ മനുഷ്യരാണ്. അവർ ചെയ്യുന്നതിനെ അധിക്ഷേപിക്കാൻ പാടില്ല, തെറിവിളിക്കാൻ പാടില്ല. ഇദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന. കാരണം ദഅവത്ത് നടത്തേണ്ടത് ഹിക്മത്തും മൗഇലത്തും ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലാതെ ശക്തിപ്രയോഗം നടത്തിക്കൊണ്ടല്ല. ലസ്ത അലൈഹിം ബി മുസൈത്തിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറഞ്ഞത്? നബി, അത് മക്കൻ സൂറത്താണ്. നബിയെ, താങ്കൾ ദഅവത്ത് നടത്തേണ്ട, ആൾക്കാരെ ക്ഷണിക്കേണ്ടത് ശക്തി ഉപയോഗിച്ചുകൊണ്ടല്ല, മാന്യമായ വർത്തമാനങ്ങളിലൂടെയാണ്, മാന്യമായ നിലപാടുകളിലൂടെയാണ്. എങ്ങനെ മാത്രമേ അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ നടത്താൻ കഴിയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ സൂറ തൗബയിൽ 71 ആയത്തിൽ ഈ വിശദീകരണം പറയുന്നുണ്ട്. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാ ബഅദ്. ആണുങ്ങളും പെണ്ണുങ്ങളും അടങ്ങുന്ന വിശ്വാസികൾ പരസ്പരം വലിയകളാണ്, ആത്മമിത്രങ്ങളാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. അവരുടെ സ്വഭാവമോ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഇവിടെ ഒരു ഫിഖ്ഹി ചർച്ച കടന്നു വരാറുണ്ട്. ഈ അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ എന്ന് പറയുന്നത് ആണുങ്ങൾ മാത്രം ചെയ്യേണ്ടതാണോ? അല്ല, ഇത് പെണ്ണുങ്ങൾക്കും കൂടി ഉത്തരവാദിത്തപ്പെട്ടതാണ്. അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, ആണ് ഏതൊക്കെ രീതിയിൽ അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ നടത്തുന്നുണ്ടോ അതേ രീതിയിലെല്ലാം സ്ത്രീക്കും നടത്താൻ അർഹതയും അവകാശവും ബാധ്യതയും ഉണ്ടെന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഇത് പെണ്ണ് ആണ് എന്ന് പറയുന്ന വേർതിരിവ് അവരുടെ സാഹചര്യം അനുസരിച്ച് കൊണ്ട് മാത്രമാണ് ഇസ്ലാമിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹി നിയമങ്ങൾ രൂപപ്പെട്ടത്. എന്നാൽ ബാധ്യതകളെല്ലാം ഏകദേശം തുല്യമായി തന്നെ നമുക്ക് ഖുർആനിൽ വിശദീകരിക്കുന്നത് കാണാം. അതിൽ ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്നത് സൂറ തൗബയിലെ ഈ 71-ാമത്തെ ആയത്തിലാണ്. അതുപോലെ തന്നെ സൂറ തൗബയിലെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല 111ഉം 12ഉം ഉള്ള ആയത്തിൽ വിശ്വാസികളെയും മുനാഫിക്കുകളെയും പരിചയപ്പെടുത്തുന്ന ഭാഗത്തും ഇതേ അംറു ബിൽ മഅറൂഫ് വനഹ്യൻ മുൻകർ ചർച്ച ചെയ്യുന്നത് കാണാം. അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. വിശ്വാസികളിൽ നിന്ന് സ്വർഗം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് അവരെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുന്നു, കൊലയപ്പെടുന്നു. യഖ്തുലൂന വയുഖ്തലൂന ഫീ സബീലില്ലാഹ്. അല്ലാഹു പറയുന്നു, വയഖ്തുലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുകയും അവർ കൊലയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഷഹീദാവുന്ന വർത്തമാനം അവിടെ പറയുന്നുണ്ട്. അത് കാരണം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. അത് വിശ്വാസിയുടെ സ്വഭാവമായി എടുത്ത് പറയുമ്പോൾ തൊട്ടടുത്ത ആയത്തിൽ വിശ്വാസിയുടെ ഗുണമായി തന്നെ പറയുന്നത്, വത്തായിബൂന വൽ ആബിദൂന അൽ ഹാമിദൂന വസായിഹൂന റാഖിയൂന സാജിദൂന അൽ ആമിറൂന ബിൽ മാറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വഹാഫിദൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. വിശ്വാസികളേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർ നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വിശ്വാസികളുടെ മറ്റൊരു ഗുണമായി പറയുന്നത് അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും കൂടി ചെയ്യുന്നവരാണ്. പറഞ്ഞത് നന്മയും തിന്മയും കൽപ്പിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ബാധ്യത നിർവഹിക്കാത്തവർക്ക് ഈമാൻ്റെ പൂർത്തീകരണം സംഭവിക്കില്ല എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. സൂറ അൽ അസ്ർ നോക്കുക, അത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. ആരാണ് വിജയിച്ചവർ? വൽ അസ്ർ, ചരിത്രവും കാലം കൊണ്ടും സാക്ഷി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, ഈമാനും അമലു സാലിഹാത്തും ചെയ്തവർ പോരാ, അത് മാത്രം പോരാ. വതവാസൗബിൽ ഹഖ് വതവാസൗബിൽ സബ്ർ, ഹക്ക് കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുകയും ചെയ്തവർ, അവരും കൂടെ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ്ർ പാലിക്കുകയും വേണം. അതായത് ഈമാനും അമലു സാലിഹാത്തും മാത്രം ഉണ്ടായാൽ വിജയിക്കുകയില്ല, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് പറയണത്. ഹക്ക് കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യാൻ കഴിയണമെന്നാണ്. ഹക്കിൻ്റെ അർത്ഥം പലതരമുണ്ടല്ലോ. അവകാശം, ഉത്തരവാദിത്വം, സത്യം, ധർമ്മം, ന്യായം, അള്ളാഹു എന്ന് പറയുന്ന അർത്ഥങ്ങളൊക്കെയും ഹക്കുണ്ട്. ഇത് വെച്ച് പരസ്പരം ഉപദേശിക്കാത്തവരും പരാജയത്തിലാണെന്നാണ് പറയുന്നത്. അതായത് അംറു ബിൽ മഅറൂഫ് വനഹ്യൻ മുൻകർ എന്ന് പറയുന്നത് ഒരു വിശ്വാസി പരസ്പരം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ആശയം നമുക്ക് സൂറ അൽ അസ്റിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ ഹജ്ജിലെ 21-ാമത്തെ ആയത്തിൽ, സൂറ ഹജ്ജിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇറങ്ങിയ ആയത്താണ്. മദീനയിൽ ഇറങ്ങിയതിന് ശേഷം യുദ്ധം ചെയ്യാൻ അനുവദിക്കുന്ന കാരണം നിങ്ങൾ ദുൽമ ചെയ്യപ്പെട്ടവരാണ്, ആക്രമിക്കപ്പെട്ടവരാണ്, മർദ്ദിതരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം അനുവദനീയമാവുന്നു എന്ന് പറയുന്ന ഭാഗം നമുക്ക് സൂറ ഹജ്ജിൽ വിശദീകരിക്കുന്നത് കാണാം. അതിൻ്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ, നിങ്ങൾക്ക് സൗകര്യം ലഭിച്ചാൽ എന്ത് ചെയ്യണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലെ 41-ാമത്തെ ആയത്തിൽ പറയുന്നത്, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്, ഒരു ഭൂമിയിൽ താമസ സൗകര്യം ഒരുക്കപ്പെടുകയാണെങ്കിൽ, അവിടെ മക്കന എന്ന് വെച്ചാൽ അധികാരം ലഭിച്ചു, ഉത്തരവാദിത്തം ലഭിച്ചു, ഏൽപ്പിക്കപ്പെട്ടു, ഭരമേൽപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഭൂമിയിൽ അവർക്ക് അതിനുള്ള സൗകര്യം ലഭിക്കുകയാണെങ്കിൽ അഖാമുസ് സ്വലാത്ത് വ ആതു സക്കാത്ത്, അവർ ചെയ്യുക നമസ്കാരം നിലനിർത്തലായിരിക്കും. അതുമാത്രമല്ല വാതു സക്കാത്ത്, സക്കാത്ത് നൽകലായിരിക്കും. വെൽഫെയറിനെ കുറിച്ച് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. വഅംറു ബിൽ മഅറൂഫ്, അവർ മഅറൂഫ് കൽപ്പിക്കുകയും ചെയ്യുന്നവരും, വൻഹാനിൽ മുൻകർ, മുൻകറിനെ വിരോധിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചേർത്ത് പറയുന്നത് കാണാം. അധികാരത്തിൻ്റെ ഓടൊപ്പം തന്നെ അധികാരത്തിൻ്റെ അപ്ലിക്കേഷൻ അത് ഈ രണ്ട് രീതിയിലാവണമെന്നാണ്. നമസ്കാരം നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. അംറു ബിൽ മഅറൂഫ് വനഹ്യൻ മുൻകർ ഈ ഒരു പശ്ചാത്തലത്തിൽ അധികാരത്തിൻ്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അഡ്മിനിസ്ട്രേഷൻ നിലനിൽക്കേണ്ടത് സുഭദ്രതയിലും നീതിയുടെയും അടിസ്ഥാനത്തിലാവണം. നന്മയുടെ സ്ഥാപനത്തിലും തിന്മയുടെ വിരോധനത്തിൻ്റെയും അടിസ്ഥാനത്തിലാവണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ ആയത്തുകളിലൂടെ നമുക്ക് ഈ ചർച്ചകൾ കാണാം. ഞാൻ ആയത്തുകളെ മാത്രം കേന്ദ്രീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി വഇല്ലം യസ്തതി
ബിലിസാനി വൈലം മിസ്തി ബി ഖൽബിഹി ദാലിക അദ്വാഫുൽ ഈമാൻ. നിങ്ങളൊരു മുൻകർ കാണുകയാണെങ്കിൽ കൈകൊണ്ട് മാറ്റണം, അത് മാറ്റാൻ കഴിയണം, തടയണം. അത് കഴിയില്ലെങ്കിൽ നാക്കുകൊണ്ടെങ്കിലും ചെയ്യാൻ കഴിയണം. അതും കഴിയില്ലെങ്കിൽ ഹൃദയത്തിലൊരു നീരസമെങ്കിലും ഉണ്ടാവണം. അതാണ് ദുർബലമായ ഈമാൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും തിന്മയോട് പൊരുത്തപ്പെടാൻ കഴിയില്ല, നന്മ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നന്മകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. പറയുകയാണെങ്കിൽ നന്മ പറയുക, ഖുലിൽ ഖൈർ ഔലി യസ്മൂത്ത്, പറയുകയാണെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ഒരു പ്രവർത്തനത്തിൽ പോലും നന്മയുടെ അടിസ്ഥാനത്തിലാവുക, ചെയ്യുന്നതും ചിന്തിക്കുന്നതും നന്മയാവുക. ഹുസ്നുൽ വന്ന, ഹദീസിൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്ന ഒരു ചർച്ചയാണല്ലോ നല്ല ചിന്ത. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ വന്ന ഇന്ന ബഅദ ദന്നി ഇസ്മുൻ. നിങ്ങൾ ഈ അധിക ഊഹാപോഹങ്ങൾ ഒഴിവാക്കുക. അത് പലതും എന്താണ്? പാപം, കുറ്റവും തിന്മയുമാണത്. കാരണം ആ ഊഹാപോഹങ്ങൾ പിടിച്ചു നടക്കുകയാണെങ്കിൽ അടുത്ത സംഭവിക്കുക, ഒരാളെക്കുറിച്ച് നമ്മൾ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുകയും അടുത്ത സംഭവിക്കുക അയാളുടെ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞു കറങ്ങാനായിരിക്കും ശ്രമിക്കുക. വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. കാരണം ആദ്യം നമ്മൾ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് ഈ ആഞ്ഞ് കയറും നമ്മൾ. എന്നിട്ട് അടുത്ത ചെയ്യുന്നത് എന്താ? വലാ യവത്ത ബാദുക്കും ബാദ, അടുത്ത ചെയ്യുന്നത് ഈബത്തിൻ്റെ നമീമത്തിൻ്റെ മാഷന്മാരായി മാറും, ഉസ്താദുമാരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഓർഡറിൽ തന്നെ പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ചിന്തിക്കുന്നത് പോലും ഹുസ്നുൽ വന്നാവുക, നന്മയാവുക എന്നുള്ളതാണ്. ആ ഒരു തരത്തിൽ നന്മയെ ഇത്രത്തോളം സംസാരിക്കുന്ന ഉഖ്രിജത്തുൽ ലിന്നാസ്, അതായത് യദൂനിൽ ഖൈർ എന്നൊക്കെ പരാമർശിക്കുന്ന ഭാഗത്തൊക്കെയും നന്മയുടെ അടിസ്ഥാനത്തിലുള്ള ഖൈർ ഉമ്മ, നന്മയുടെ ഉമ്മയാവുന്ന ഒരു സമൂഹമാവുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് വിശ്വാസി സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ അപ്ലിക്കേഷനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 വർഷം മദീനയിലെ 10 വർഷവും അതിൻ്റെ ഒരു തർബിയത്തായിരുന്നു മക്കയിലെ 13 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഈ ഒരു ആശയമാവണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.